إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗപ്രവേശനത്തിന് അനുമതി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു വീട് വെച്ച് അതിൽ ആദ്യമായി പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹ് പറഞ്ഞ് വീട്ടിലേക്ക് കയറുന്നു. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനപ്പുറത്ത് വേണമെങ്കിൽ ആളുകളെ വിളിച്ചുകൂട്ടി സന്തോഷാവസരത്തിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നു. ഇസ്ലാം അതിന് വിലക്ക് കൽപ്പിക്കുന്നില്ല. എന്നാൽ പുതിയൊരു ഭവനത്തിൽ കയറുന്ന ആ ഒരു ഏർപ്പാടിന് ഗൃഹപ്രവേശം എന്നു പേര് നൽകുന്നു, അല്ലെങ്കിൽ കുറ്റൂസ എന്നു പേര് നൽകുന്നു, കുടിയിരിക്കൽ എന്നു പേര് നൽകുന്നു. പേരുകൾ എന്തു നൽകിയാലും പിന്നീട് നടക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ അനിസ്ലാമികതകൾ, ബഹുദൈവാരാധനകൾ കടന്നുവരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആദ്യമായി വീട്ടിൽ കയറി ആളുകൾക്ക് എന്തു ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? എന്തു ഭക്ഷണം കൊടുക്കാം. വീട്ടുകാർക്കോ അയൽവാസികൾക്കോ എന്തു ഭക്ഷണം കൊടുക്കാം. പക്ഷെ ആദ്യം വീട്ടിൽ അടുപ്പിൽ ഉണ്ടാക്കേണ്ടത് പാലാണെന്നും ആ പാൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തടുപ്പിലേക്ക് ഒഴുകണമെന്നും ആളുകൾ പഠിപ്പിക്കുന്നു. ഇന്ന് പുതിയ കാലത്ത് ഏതും സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊരു വ്യഗ്രതയുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി പാലു കാച്ചുന്നതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന പുതുതലമുറയിലെ മക്കളെയും നമ്മൾ കാണുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആശയം? അത് ഹൈന്ദവാചാരത്തിൽ നിന്ന് കടന്നു വന്നതാണ്. ഗണപതിക്ക് ഹോമം നടത്തി പൂജ നടത്തിയതിനു ശേഷമാണ് പാല് കാച്ചേണ്ടത്. പാലിൽ വെണ്ണ അടങ്ങിയിരിക്കുന്നത് നമ്മൾ കാണാത്തതുപോലെ വെളുപ്പിനുള്ളിൽ വിഷ്ണു അടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ്. വിഷ്ണുവിനുള്ള ആരാധനയാണത്. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകി എങ്ങനെ അതുകൊണ്ട് ഭക്ഷണമുണ്ടാക്കണമെന്ന് ഹൈന്ദവ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിപ്പോ എന്തൊരു പാലുകാച്ചലല്ലേ അല്ലേ? വീട് കയറുന്ന ഏർപ്പാടിന് പാലുകാച്ചൽ എന്ന് പറയാറുണ്ട്. മുസ്ലിം വീടുകളിൽ പാലുകാച്ചിയാണ് പറ്റൂല. ഹൈന്ദവാരാധനയുടെ, ഹൈന്ദവാചാരങ്ങളുടെ, ബഹുദൈവാരാധനയുടെ, വിഷ്ണുവിനുള്ള ഗണപതിക്കുള്ള ഹോമമാണ്, പൂജയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വിട്ടുനിൽക്കണം. മുസ്ലിങ്ങളുടെ വീടുകളിൽ ആ ഏർപ്പാട് പാടില്ല. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്, അത് മതി. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇന്നത് ചെയ്യണം. ഖുർആനിലും ഹദീസിലും പ്രത്യേക നിയമമൊന്നുമില്ല. ബാത്റൂമിൽ എങ്ങനെ ഇരിക്കേണ്ടത്, എന്തൊക്കെ ബാത്റൂമിൽ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വീട് പുതുതായി കയറുമ്പോൾ ഇന്നത് ചെയ്യണം, പ്രത്യേക നിർദ്ദേശമല്ല. സാധാരണ വീടുകളിൽ എന്തെല്ലാം ചെയ്യണമെന്ന നിർദ്ദേശം മാത്രം, അത് മാത്രമാണ് പഠിപ്പിച്ചത്. വീട് ഉണ്ടാക്കുമ്പോഴോ അത് നിർമ്മിക്കുമ്പോൾ കന്നിമൂല നോക്കണം എന്നാണ് മുസ്ലിങ്ങൾ, മുസ്ലിയാക്കന്മാർ, പണ്ഡിതന്മാർ അതിനുവേണ്ടി കന്നിമൂല നോക്കിക്കൊടുക്കുകയാണ്. വാസ്തുശാസ്ത്രമനുസരിച്ചായിരിക്കണം വീട് നിർമ്മിക്കേണ്ടത് എന്ന് പറയാണ്. എന്താണ് ഈ വാസ്തുശാസ്ത്രം? ശാസ്ത്രവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇത് വാസ്തു പുരുഷനുമായിട്ടേ ബന്ധമുള്ളൂ. ആരാ വാസ്തു പുരുഷൻ? അത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശിവന്റെ വിയർപ്പുതുള്ളിയിൽ നിന്ന് ജനിച്ചു വീണവനാണ് വാസ്തുപുരുഷൻ. വാസ്തുപുരുഷൻ അക്രമകാരിയാകാതിരിക്കാൻ വേണ്ടി ദേവന്മാരെല്ലാവരും കൂടി വാസ്തുപുരുഷനെ അടക്കി നിർത്തിയെന്നാണ്. വാസ്തുപുരുഷൻ വാനലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്ന് പതിച്ച ആ കിടപ്പ്, അതാണ് കന്നിമൂല. ആ നിർപ്പ്, അവൻ എങ്ങനെയാണോ വീണത് അതിന്റെ എണ്ണവും കണക്കൊക്കെ പറയുന്നുണ്ട്. വടക്കു കിഴക്കും തെക്കു പടിഞ്ഞാറും അവന്റെ കൈ വന്നതും കാല് വന്നതും ഒക്കെ എഴുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങളിൽ. അപ്പൊ എന്താണ്
അവനെ അടക്കി നിർത്തിയപ്പോൾ അവൻ അടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് അവന് ഒരനുഗ്രഹം കൊടുത്തു. ഭൂമിയിൽ ഉണ്ടാകുന്ന നിർമ്മാണങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ഇനി വാസ്തുപുരുഷനാണ്. വാസ്തുപുരുഷനും അവന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദേവന്മാരും അസുരന്മാരും അടങ്ങുന്ന ആളുകൾ, അവരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ വീടുണ്ടാക്കുന്ന ആൾക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പൊ വാസ്തുവിദ്യ പ്രകാരം കന്നിമൂല നോക്കി വീട് വെക്കുന്നത് വാസ്തുപുരുഷനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന ഒരു ബഹുദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കന്നിമൂല നോക്കുന്നുണ്ടോ എന്ന് എഞ്ചിനീയർ നോക്കുമ്പോൾ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും നോക്കിക്കളാ എന്ന് പറയണ്ട. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്നുണ്ടോ നോക്ക്. ഏതെങ്കിലും ഒരു റൂമൊക്കെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ലത്, അത് പറഞ്ഞാൽ മതി. കാറ്റും വെളിച്ചവും കിട്ടണം, അല്ലേ? അല്ലാതെ വീട് പൊളിച്ചു പണിയ, അടുക്കള ഇന്ന ഭാഗത്ത് പാടില്ല, ബാത്റൂം ഇന്ന സ്ഥലത്ത് പാടില്ല, അതൊക്കെ വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ശിർക്കിലാവാണ്. ആരാ ഇത് പറഞ്ഞിരുന്നത്? ഇതൊരു ജ്യോത്സ്യനാണ് പറഞ്ഞിരുന്നത്, ഇതൊരു പണിക്കരാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അദൃശ്യമറിയുന്ന ഉസ്താദാണ് പറഞ്ഞിരുന്നത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മന്നതാ കാഹിനൻ ഔ അറാഫൻ, ആരെങ്കിലും ഒരു കാഹിനെ അല്ലെങ്കിൽ ഒരു അറാഫിനെ സമീപിച്ചു, എന്നിട്ട് അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, ഓൻ പറഞ്ഞു വിശ്വസിച്ചിട്ടില്ലട്ടോ, ഓനോട് ചോദിച്ചിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ 40 ദിവസത്തോടെ നിസ്കാരം ബാത്തിലായി എന്നാ പറഞ്ഞു. ഇഞ്ഞോ ഫസദ്ദഖഹു, അതിനെ വിശ്വസിച്ചു കഴിഞ്ഞാലോ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അവൻ അവിശ്വസിച്ചു എന്നാ പറഞ്ഞു. ഏതെങ്കിലും ഒരു ആശാരി വന്ന്, ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് കുറ്റിയടിച്ച് അതടിസ്ഥാനത്തിൽ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് വിചാരിച്ച് അതനുസരിച്ച് ചെയ്ത് അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ചെയ്താൽ നമ്മൾ കാഫറായി പോകും, അവിശ്വാസിയായി പോകും എന്നത് ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? നമ്മുടെ കുട്ടികൾക്ക് അസുഖം വന്നത്, നമ്മുടെ പുതിയ വീട്ടിൽ കയറിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ തുടർച്ചയായിട്ട് മരണങ്ങൾ സംഭവിച്ചത്, ഇതൊക്കെ ഈ കാര്യകാരണങ്ങൾ കൊണ്ടാണോ? ഇവരുണ്ടാക്കിയ അദൃശ്യമായ, ഇവർ പറഞ്ഞു പരത്തുന്ന ഈ അദൃശ്യമായ കാരണങ്ങൾ കൊണ്ടാണോ? ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതാരാ മാറ്റിത്തരിക? വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലേ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനുള്ള ഒരു റബ്ബാണ്. അല്ലാതെ റബ്ബല്ലാത്ത ആർക്കും അത് പരിഹരിക്കാൻ പറ്റൂല, അല്ലെ? അടുക്കള മാറ്റി പണിയതുകൊണ്ട്, ബാത്റൂം അങ്ങോട്ടാക്കിയതുകൊണ്ട്, വീട് തന്നെ പൊളിച്ചു പണിയതുകൊണ്ട് ഒന്നും ആ പ്രശ്നം മാറാൻ പോകുന്നില്ല. ജ്യോത്സ്യന്മാർ പറയുന്നതിനനുസരിച്ച്, തങ്ങന്മാർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് പാടില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നന്മ നൽകുന്നവൻ, പരീക്ഷണമായി നമുക്ക് തിന്മ നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ, സൂറത്തു അംബിയായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലേ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അല്ലേ? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. മരണം കൊണ്ട് പരീക്ഷണം ഉണ്ടാവും, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷണം ഉണ്ടാവും, വിശപ്പ് കൊണ്ട് പരീക്ഷണം ഉണ്ടാവും. അവിടെയൊക്കെ ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈ ശക്തികൾക്കൊന്നും കഴിയൂല, അതൊക്കെ ബഹുദൈവാരാധനയാണ്. എന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഏതെങ്കിലും ഒരു തങ്ങൾക്കോ ഏതെങ്കിലും ഒരു ബീവിക്കോ ഏതെങ്കിലും ഒരു ദിവ്യനോ ഒന്നും കഴിയില്ല, ഒരു ജ്യോത്സ്യനും കഴിയില്ല, ഒരു പണിക്കർക്കും കഴിയില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ഭരമേൽപ്പിക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നത്, അഭയം ചോദിക്കുന്നത് എന്റെ റബ്ബിനോടാണ് എന്നാണ്. നമ്മളോട് പറഞ്ഞു സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യാൻ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ, അല്ലേ? ലോകത്തെ പല വാർത്തകളിലും നമ്മൾ കാണുകയാണ്, വിദ്യാസമ്പന്നരായ ദമ്പതികൾ തന്റെ 2 മക്കളെ കൊലപ്പെടുത്തിയത് ഒരു ജ്യോത്സ്യന്റെ വാക്ക് കേട്ടിട്ടാ. അയൽവാസിയായ നീളമുള്ള മുടിയുള്ള സ്ത്രീ അവൾ നിന്റെ നാശത്തിന് കാരണമാകും എന്ന് കേട്ടിട്ടാണ് തന്റെ അയൽവാസിയായ പെണ്ണിനെ ഒരാൾ കൊലപ്പെടുത്തിയതിന്റെ വാർത്ത നമ്മൾ വായിച്ചത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട കൊച്ചുകുട്ടിയെ അവൾ ജനിച്ചതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കുടുംബക്കാരൻ തന്നെ കിണറ്റിലേക്കിട്ടത് ഒരു ജ്യോത്സ്യന്റെ വർത്താനം കേട്ടിട്ടാണ്. ഈ ജ്യോത്സ്യന്മാരുടെ വർത്താനങ്ങളൊന്നും
വിശ്വസിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കിട്ടാൻ പാടില്ല. പക്ഷേ ഖേദകരം, മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും പണിക്കന്മാരെയും ജ്യോത്സ്യന്മാരെയും ഇത്തരം കഴിവുകളുണ്ട്, അദൃശ്യമറിയുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇത്തരം തങ്ങന്മാരെയും ബീബിമാരെയും സിദ്ധന്മാരെയും സമീപിക്കുന്നുണ്ട് എന്നുള്ളത് അപകടകരമാണ്. വിശ്വാസിക്ക് പാടുള്ള കാര്യങ്ങളല്ല അതൊന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആളുകളടുത്ത് പോയി ചോദിക്കണ്ട, ഓല് പറയണതിൽ ചിലതൊക്കെ സത്യം ഉണ്ടാവുണ്ടല്ലോ എന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഓല് നുണയന്മാരാണ്, കള്ളന്മാരാണ് ഓല്. അതാണ് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത്. തട്ടിപ്പാണത് എന്നാ പറഞ്ഞു, തട്ടിപ്പാണ്. എന്നാലും ശരിയാവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ പടച്ചോൻ അറിയിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത് അല്ലേ. പടച്ചോന്റെ ഒരു സഹായമൊന്നുമില്ല, അത് ഇബ്ലീസിന്റെ പണിയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ. അപ്പൊ ഇബ്ലീസിന്റെ പണിയുമായി നടക്കുന്ന ആളുകളുടെ കൂടെയല്ല വിശ്വാസികൾ അല്ലേ, അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിന്റെ മേലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് അല്ലേ. ജ്യോത്സ്യപ്പണി എന്ന് പറഞ്ഞാൽ അത് പറയും, അത് ഗ്രഹങ്ങൾ നോക്കിയിട്ടാണ്, രാശികൾ നോക്കിയിട്ടാണ്. ഗ്രഹങ്ങൾക്കും രാശികൾക്കും അതിന്റെ നിൽപ്പിനും അതിന്റെ സ്ഥാനത്തിനൊന്നും അദൃശ്യമായ കാര്യങ്ങൾ പറയാനുള്ള അറിവില്ല അല്ലേ. അങ്ങനൊരു ശാസ്ത്രമല്ല ജ്യോതിഷം എന്നത്, അങ്ങനൊരു ശാസ്ത്രം തന്നെയല്ല. അതൊക്കെ അടിസ്ഥാനരഹിതമായ. ചില ആളുകൾ പറയും പഴയ കാലത്തെ ആളുകൾക്ക് അറിയായിരുന്നു, ഇപ്പോഴത്തെ ആളുകളൊക്കെ തട്ടിപ്പാണ് എന്ന് അമുസ്ലിങ്ങളായ ആളുകൾ തന്നെ പറയും. അതിനൊന്നും ഒരു കണക്കൂല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഗ്രഹണം ബാധിച്ചിരിക്കുന്നു ഇബ്രാഹിമിന്റെ മരണത്താൽ. അന്ന് ഗ്രഹണം ഉണ്ടായി അല്ലേ. ഗ്രഹത്തിന്റെ നിലയോ ഗ്രഹണമോ ഒന്നും അദൃശ്യമായ ഒരു കാര്യത്തെ ഉടമപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു, മുഖണ് ചുവന്നു. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ദേഷ്യത്തോടുകൂടി സംസാരിച്ചു. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. ആ ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ടല്ലോ, അത് അള്ളാന്റെ ആയത്താണ്. അതൊരിക്കലും ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ ഒന്നും അതിന് ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. ഭാവി പ്രവചിക്കാൻ ഒരാൾക്കും കഴിയില്ല, അതിന് കഴിവുള്ള ഒരാളും ഇല്ല. അള്ളാഹ് അങ്ങനത്തെ ഒരു കഴിവ് ഒരാൾക്കും കൊടുത്തിട്ടില്ല. അത് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം എന്നാണ്. ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അറിയാം, ബസ്. അതിന്റെ അപ്പുറത്ത് അദൃശ്യമായ ഒരു കാര്യം അറിയുന്ന ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്ന, നമ്മുടെ പരലോകം അത് ദുരന്തപൂർണമാക്കുന്ന, ദുരിതമാക്കുന്ന ഒരാളെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, ഒരാളുടെ പിന്നാലെയും നമ്മൾ പോകാൻ പാടില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നേർമാർഗം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത രീതിയിലൂടെ നമുക്ക് അതിന്റെ മാതൃക കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു അദൃശ്യമറിയുന്നയാളെ നിങ്ങൾ സമീപിക്കണമെന്നോ ഇന്ന ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ അത്തരമൊരു വഴിയിലേക്ക് പോകാനോ ഈ ജ്യോത്സ്യന്മാരുടെയോ സിദ്ധന്മാരുടെയോ തങ്ങന്മാരുടെയോ ബീബിമാരുടെയോ പിന്നാലെ പോകാനോ നമുക്ക് അവകാശമില്ല, നമുക്ക് നിർദ്ദേശമില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആളുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ അപ്രകാരം വിശ്വസിച്ച് അതിനപ്പുറമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാതെ അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവങ്ങൾ ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തുക, നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പറ്റി പറഞ്ഞു, ഒരു ലൈലത്തുൻ മുബാറക്കയിൽ, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞു. ഏതാണ് ഈ രാത്രി? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിർണയത്തിന്റെ രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള, മഹത്വമുള്ള, ഖൈറായ രാത്രിയാണത് എന്ന് ലൈലത്തുൽ ഖദ്റിനെ പറ്റി പറഞ്ഞു. എന്നാൽ ലൈലത്തുൽ ഖദ്ർ അത് റമദാനിലാണ്.
എന്നാൽ ലൈലത്തുൽ മുബാറക്ക എന്നാണ്, അതും റമളാനിലാണ്. എന്നാൽ ലൈലത്തുൽ മുബാറക്ക അത് ശഅബാൻ 15-നാണ് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു. അവർ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ്, ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന നേട്ടം അറിയില്ല. ശഅബാൻ 15-ന് അന്ന് പ്രത്യേകമായ ഒരു നോമ്പുണ്ട് എന്ന് പറഞ്ഞ് ഒരു നോമ്പ് പഠിപ്പിക്കുകയാണ്. അങ്ങൊരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടില്ല, സ്വഹാബത്തും നോറ്റിട്ടില്ല, ഒരു തെളിവും അതിന് വന്നിട്ടില്ല. പക്ഷെ മറ്റു നോമ്പുകൾക്കൊന്നുമില്ലാത്ത റജബ് മാസത്തിലും ഈ ശഅബാൻ മാസത്തിലും മറ്റൊരു സുന്നത്തു നോമ്പിനും ഇല്ലാത്ത രൂപത്തിൽ പ്രത്യേകമായി മഹത്വം കൽപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു നോമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രി ആണ് ഖുർആൻ അവതരിച്ചത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ശഅബാനിൽ ഏതു ദിവസവും നോമ്പെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുത്തിരുന്നത് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാനിലാണെന്ന്. അപ്പൊ ശഅബാനിൽ ഏത് ദിവസവും നമ്മൾ നോമ്പെടുക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. ഇത് റമളാനിലേക്കുള്ള മുഖദ്ദിമയാണ്, ഒരു തുടക്കമാണ്, അതിന്റെ ഒരു ആമുഖമാണ്. അപ്പൊ റമളാനിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ശഅബാനിലും നമ്മൾ തുടങ്ങി വെക്കുക. അത് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ബറാഅത്ത് രാവ് എന്ന പേരിൽ ഖുർആൻ ഇറങ്ങിയ രാവാണത് എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ഇത് സൂറത്തു ദുഖാനിലെ വചനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അപ്രകാരം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിധിർ നിർണയത്തിന്റെ രാവ് എന്ന് പറഞ്ഞത് ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ലൈലത്തുൽ ഖദറിന്റെ അന്നാണെന്ന്. അന്നാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പനകളുമായി മലക്കുകളും അതുപോലെ ജിബ്രീലും ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ രാത്രിയെ പറ്റിയാണ്. അത് ലൈലത്തുൽ ഖദറിനെ പറ്റിയാണ്. അത് അനുഗ്രഹീതമായ ആ രാത്രിയാണ്. അത് ഒരിക്കലും ശഅബാനിലെ രാത്രിയല്ല. അന്ന് പ്രത്യേകമായ ഒരു ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. അതിന് പ്രത്യേകമായ എന്തെങ്കിലും പ്രാർത്ഥനകൾ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകമായ ഖബറുകൾ തെരഞ്ഞെടുത്ത് അന്ന് സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്ന ഏർപ്പാട് അതുമില്ല. ബറാഅത്ത് രാവിന്റെ അന്ന് അഥവാ ശഅബാൻ 15-ന്റെ രാവിന്റെ അന്ന് പ്രത്യേകമായ നിസ്കാരങ്ങൾ അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാർ അത്തരം നിസ്കാരങ്ങളെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഈ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ, ഈ ആചാരങ്ങളുമായി നടക്കുന്ന ആളുകൾ, അവർ നേതാക്കന്മാരായി പണ്ഡിതന്മാരായി വിചാരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ, ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ അത് ശക്തമായി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ന് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെ കാണുന്നു. സൂറത്ത് യാസീനിന്റെ പാരായണം നിർവഹിക്കുന്നവരെ കാണുന്നു. ഓരോ പാരായണം അവസാനിക്കുമ്പോഴും പ്രത്യേകമായ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. അന്ന് സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുന്നു. ഇതൊന്നും അല്ലെ, ഇതൊക്കെ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു മെസ്സേജായി കാണുമ്പോൾ അങ്ങനെ ഒരു നന്മ ഉണ്ടായിരുന്നു അല്ലെ, ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആരും ചെയ്യണ്ട. അതൊന്നും റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചതല്ല. ഇത് ഖുർആൻ കൂടുതൽ ഓതിക്കോളി, ഖുർആനു വേണ്ടി പ്രത്യേകമായി ഒഴിഞ്ഞിരുന്നിരുന്നു, ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ മാസം ഒഴിഞ്ഞിരുന്നു, അങ്ങനെ ഖുർആൻ ഓതിയിരുന്നു. പക്ഷേ ഈ ദിവസം ഈ സൂറത്ത് ഇതൊന്നും പ്രത്യേകമായി പഠിപ്പിക്കാത്ത കാലത്തോളം നമുക്കത് ചെയ്യാൻ പിന്നെ അനുവാദമില്ല. എന്തുകൊണ്ടാണ് അനുവാദമില്ലാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചെയ്തത് കൊണ്ടുവന്നത് നിങ്ങൾ എടുത്തോളി, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കിക്കോളി. ഈ മതം സമ്പൂർണ്ണമാണ് കേട്ടോ, ഇതിലേക്കൊന്നും നിങ്ങൾ കൂട്ടണ്ട. ഇത് അള്ളാഹ് ഏൽപ്പിച്ചതാണ് പഠിപ്പിച്ചരാൻ, ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നു, അത് നിങ്ങൾ ചെയ്തോളി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു നന്മ അത് അധികമായി ചെയ്യേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്ന ആള്, സ്വഹാബത്താണ് അവരെ തുടർന്ന് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും അർഹരായ ആളുകൾ. അവരൊക്കെ പോണ സ്വർഗത്തേക്ക് നമുക്ക് പോയാൽ മതി. ഓലൊന്നും ചെയ്തതിന്റെ അപ്പുറം ചെയ്തുകൊണ്ട് അല്ലെ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ബിദ്അത്ത് ഉണ്ടാക്കുന്നയാൾക്ക് ഒരു പിന്നെ അനുഭാവപൂർവ്വം അവനോട് സമീപനം പോലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഓൻക്കൊരു അഭയം കൊടുക്കാൻ പാടില്ല എന്ന്, ഓൻക്കൊരു സപ്പോർട്ട് പോലും കൊടുക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായി നമ്മളോട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മളിതൊക്കെ ചെയ്യുന്ന ആളുകളായി മാറുമ്പോൾ ഒരു നോമ്പെടുക്കണേന് എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? കുറച്ച് ആൾക്കാർ കുറച്ച് നന്മ ചെയ്തോട്ടെ, അതിനെന്തിനാ ഇപ്പൊ വിമർശിക്കണത് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറഞ്ഞാൽ അവൻ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്ര ഗൗരവമുള്ള വിഷയമാണ് അള്ളാന്റെ റസൂലിന്റെ മേൽ കളവ് പറയാ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥം കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. ഒരു ആയത്തിന് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആ ആയത്തിനെ നമ്മുടേതായ ഒരു വ്യാഖ്യാനം കൊടുക്കുക പറ്റൂല. നമ്മുടെ ഒരു വാദം തെളിയിക്കാൻ വേണ്ടി ഒരു വ്യാഖ്യാനം നമ്മൾ കൊടുക്കുക പാടില്ല.
അത് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അത് വ്യാഖ്യാനിച്ചത്, സ്വഹാബത്ത് എന്താണോ പഠിപ്പിച്ചത്, അത് മാത്രമേ നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് ദീനിന്റെ ആളുകളായി, യഥാർത്ഥമായ മുസ്ലിങ്ങളായി, തഖ്വയുള്ളവരായി, അള്ളാഹുവിന്റെ അടിമകളായി, അവന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ സ്വർഗം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയായ കാര്യങ്ങൾ അധികരിപ്പിക്കാനും തിന്മയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരുമാറാകണേ. അള്ളാഹുവെ, ഈ മഹല്ലിൽപ്പെട്ട ധാരാളം ആളുകൾ ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കഴിയുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശ്യങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മക്കളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. ഫിലിസ്തീനിലെ ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നേരായ വഴിക്ക് സഞ്ചരിക്കാനും തെറ്റായ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقيموا الصلاة.